ഈ സ്വസ്ഥത എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ദിവസം വീട്ടിൽ കുത്തിയിരിക്കുന്നതല്ല. ഇവിടെ ഇപ്പോൾ ഒരു സ്വസ്ഥതയില്ല നമുക്ക്. ഇവിടെ ഇപ്പോൾ ഒരു വിശ്രമ സ്ഥലവുമില്ല. ഇനി യേശുക്രിസ്തു മടങ്ങി വന്നിട്ട് ഇപ്പൊ 6 ദിവസം പ്രവർത്തിക്കുകയും 7-ാം ദിവസം സ്വസ്ഥമായിട്ടിരുന്ന പോലെ ആ ഒരു വർഷം ഒരു ദിവസം പോലെ ഒരു ദിവസം 1000 വർഷം പോലെ അല്ലേ? 1000 വർഷം ഒരു ദിവസം പോലെ പറഞ്ഞാൽ അതുകൊണ്ടാണ് ഈ 6000 വർഷമായിരുന്നു ഭൂമി. മനുഷ്യനുണ്ടായിട്ട് 6000 വർഷത്തെ ചരിത്രമേ ഉള്ളൂ. അത് റിയലാ. അപ്പൊ ഈ 6000 വർഷം ആകുമ്പോൾ യേശുക്രിസ്തു വരും ഇനി തിരിച്ച്. അതിനിച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുമെന്നുള്ളൂ. കാരണം നമ്മൾ ചിലർ കൂടെ മാനസാന്തരപ്പെടാൻ വേണ്ടി ദൈവത്തിന്റെ വരവ് താമസിപ്പിക്കുന്നു. ഇസ്രായേൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു 400 വർഷക്കാലം നിങ്ങൾ അടിമകളായിട്ടിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അവിടുന്ന് വിടിപ്പിക്കുമ്പോൾ 430 വർഷമായി. എന്തുകൊണ്ടാണ് 430 വർഷമായി? അതൊക്കെ കേട്ടിട്ടുണ്ടോ? 400 വർഷം ദൈവം വാഗ്ദത്തം കൊടുത്തിട്ട് 430 വർഷം അവരവിടെ കിടക്കേണ്ടി വന്നു. കാരണം മോശയാണ് ദൈവം അനുവദിച്ചെങ്കിലും അവൻ ദൈവം പറയുന്നതിന് മുമ്പ് അവിടെ കയറി അക്രമം കാണിച്ചു. ആ മോശയെ കൊണ്ട് തന്നെ ഇതൊക്കെ അഴിക്കത്തുള്ളൂ. കൊണ്ട് മോശയ്ക്ക് ഒരു പക്വത വരാൻ വേണ്ടി 40 വർഷം പോയി മിദ്യാന്റെ ദേശത്ത് കൊണ്ടിട്ടു. അതുകൊണ്ടാണ് ഈ മോശ ഒന്ന് ഗുണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 30 വർഷം കൂടെ എക്സ്ട്രാ വന്നത്. എന്ന വണ്ണം കർത്താവിന്റെ വരവ് താമസിക്കാത്തത് സാറൂടെ രക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. സാർ യേശുക്രിസ്തു ഇന്നലെ അവനെങ്കിൽ നാം രക്ഷ പ്രാപിക്കുമായിരുന്നോ? സാർ ആത്മാവിനെ പ്രാപിച്ചിട്ടില്ല ഇന്നും. അപ്പൊ അതിനുവേണ്ടി കാത്തിരിക്കും.